ഇന്നെല്ലാവരും ഓഡിയോ കേൾക്കാൻ ശ്രമിക്കണേ. കാരണം പെട്ടെന്ന് വീഡിയോ ഇടാനുള്ളതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. സോറി. വൈദ്യയുടെ ഫ്ലാറ്റിൽ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട് വൈദ്യ അടുത്തുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ദേവുവിലായിരുന്നു. അവളാണെങ്കിലോ പരസ്പരം സ്നേഹത്തോടെ നോക്കി ഒരുമിച്ച് കാറിൽ കയറുന്ന തന്റെ ഏട്ടനെയും ഏട്ടത്തിയുടെയും നേരെയായിരുന്നു അവളുടെ കണ്ണുകൾ. ആ കാഴ്ച കണ്ടതിന്റെ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിനെ പോലെ ദർശന്റെ കാർ അവിടെ നിന്നും പോയി. എന്നിട്ടും അവൾ അവിടെ നിന്ന് കണ്ണുകൾ മാറ്റുന്നില്ല എന്ന് കണ്ട വൈദി ദേവുവിന്റെ അടുത്തു ചെന്ന് അവളുടെ തോളിലായി കൈവച്ച് ബലമായി തനിക്ക് നേരെ തിരിച്ചു. കരഞ്ഞ മുഖം എന്നു ചുവന്നു നിൽക്കുന്ന ദേവുവിനെ കണ്ടതും വൈദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ, നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ലേ? ഇപ്പോഴവർ ഒന്നിച്ചില്ലേ? അതിനുവേണ്ടിയായിരുന്നില്ലേ നമ്മുടെ വിവാഹം പോലും? അവസാനം ആ വാക്കുകൾ പറയുമ്പോൾ ദേവുവിന്റെ വാക്കുകളും ഇടറുന്നുണ്ടായിരുന്നു. വൈദി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, ശരിയാ, എനിക്കും ചേച്ചി സന്തോഷമായി ജീവിക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ വിവാഹം. ഞാൻ എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും നിനക്കൊരു നിമിഷം പോലും എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇല്ലേ ദേവു? വൈദ്യയുടെ വാക്കുകളിൽ നിറഞ്ഞ വേദന അറിഞ്ഞതും ദേവു പിടച്ചിലൂടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവന്റെ വെള്ള കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും അവളുടെ മുഖം ആകെ വിഷമത്താൽ നിറഞ്ഞു. അവൻ ഇപ്പോഴും തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഞെട്ടലോടെയായിരുന്നു ദേവു തിരിച്ചറിഞ്ഞത്. അതിനാൽ തന്നെ പതർച്ചയോടെ അവൾ, ഏട്ടാ ഏട്ടാ എന്നെ ഇങ്ങനെ, ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നിനും കഴിയില്ല എന്ന്, നമ്മളെല്ലാം സമ്മതിച്ചിട്ടല്ലേ ഇങ്ങനെ? അവളുടെ വാക്കുകൾ കേട്ട് സൗമ്യമായി വൈദ്യ ചോദിച്ചു, എന്ത് കഴിയുന്നില്ലെന്നാണ് നിനക്ക്? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്നാണോ? അതാണോ പറ്റാത്തത്? വൈദ്യയുടെ ചോദ്യത്തിന് ദേവുവിന്റെ കയ്യിൽ വാക്കുകളില്ലായിരുന്നു. അവൾ പിടച്ചിലൂടെ അവനെ നോക്കി വൈദ്യ തുടർന്നു, സെക്സ് മാത്രമല്ല ദേവു എൻ്റെ പ്രണയം, അത് നിനക്കറിയാം. അതോ അത് മാത്രമാണ് എൻ്റെ ഉള്ളിലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ഏട്ടാ. പെട്ടെന്ന് കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ ഞെട്ടലോടെ അവൾ മുഖമുയർത്തി അല്ല എന്ന് നിഷേധമായി തലയാട്ടിക്കൊണ്ടിരുന്നു. വൈദ്യ ചിരിയോടെ അവളുടെ അടുത്ത് വന്നിട്ട്, ദേവു, നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നത് എന്നോട് നിനക്കുള്ളത് എന്താണ് എന്നുണ്ട്. എനിക്ക് ഉറപ്പാണ്, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം. എല്ലാം ശരിയാവും. വൈദി ദേവുവിനെ നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. ശരിയാണ്, പ്രണയമാണ് ഈ മനുഷ്യനോട്. പക്ഷേ ഒന്നും അറിയാത്ത പ്രായത്തിൽ താൻ നേരിട്ട പീഡനം, അതവൾക്ക് ഇപ്പോഴും ഭയമാണ്. ഇതേ സമയം ദേവു വൈദ്യയുടെ കണ്ണുകളിൽ നോക്കിയാണ് ഇതെല്ലാം ആലോചിക്കുന്നത്. അത് മനസ്സിലായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ദേവുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നെറുകിലായി ചുണ്ടു ചേർത്തു. എല്ലാം പെട്ടെന്നായിരുന്നു. ദേവുവിന് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ അത് ചെയ്തിരുന്നു. എന്നാൽ ദേവുവിന്റെ മനസ്സ് മനസ്സിലാക്കിയ വൈദി അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണ് ദേവു. ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയതാണ് നിന്നെ. അതുകൊണ്ട് നീ ചിന്തിക്കേണ്ടതും നീ ആലോചിക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ പറ്റിയാണ്. സെക്സ് എന്നതിനെപ്പറ്റി നീ ഇനി ഒരിക്കലും ആലോചിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് സമയമാകുമ്പോൾ വരും. അതുവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല. എനിക്ക് നിന്നെ വേണം, എൻ്റെ പ്രണയം വേണം. അതെനിക്ക് വേണം എന്നെങ്കിലും കിട്ടുമെന്ന് കരുതി മാറി നിൽക്കാനും എനിക്ക് പറ്റില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തിന് ഞാൻ തയ്യാറായത്. എൻ്റെ പ്രണയം നീ ആയതുകൊണ്ട് തന്നെയാണ്. ദേവു വൈദ്യയുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് തന്നെയാണ് കേട്ടത്. അവൾക്കറിയാം ഒന്നും എളുപ്പമല്ല എന്നും. ഒപ്പം വൈദ്യക്കും അറിയാം ദേവ പഴയതുപോലെ തിരിച്ചു വരിക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല എന്നും അവൾ കടന്നുപോയ വഴികൾ അത്രയും കഠിനമാണ് എന്നും. ഒപ്പം തന്നെ അതിൽ നിന്ന് അവൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും അവൻ ഉറപ്പുണ്ടായിരുന്നു. ദേവുവിനും അറിയാം, വൈദ്യക്കും അറിയാം അവൾ അതിൽ നിന്ന് തിരിച്ചു വരുമെന്ന്. കാരണം അതിന് ഏറ്റവും വലിയൊരു മരുന്നായി വൈദ്യയുടെ പ്രണയം അവൾക്കൊപ്പം തന്നെയുണ്ട്. ആ പ്രണയം ദേവുവിന് അറിയാവുന്നതിനാൽ തന്നെ അവൾ തന്റെ മനസ്സിലെ ചിന്തകളെല്ലാം മാറ്റി നിർത്തി തന്റെ കൈകൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് നെഞ്ചിലേക്ക് തന്റെ തല അമർത്തി വെച്ചു.
ഇതേ സമയം ദേവുവിന്റെ പ്രവൃത്തി അറിഞ്ഞ വൈദ്യയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു. തന്റെ പ്രണയം തന്നിലേക്ക് വരുന്നതിന്റെ ആദ്യപടിയായി അവൻ അതിനെ കണ്ടു. ഇനി വരും ദിവസങ്ങളിൽ അവരുടെ പ്രണയം തുടങ്ങുകയാണ്. ദേവു പോലും അറിയാതെ വൈദ്യ നൽകിയ പ്രണയത്തിൽ അവൾ ആകെ മാറും. അതിനായി കാത്തിരിക്കാനും അവളെ പ്രണയം കൊണ്ട് മൂടാനും കൂടെയുള്ളത് വൈദ്യയാണ്, അവൾക്ക് വേണ്ടി ജനിച്ചത്. അങ്ങനെ സമയം രാത്രി 8 മണി. വേദ കണ്ണുകൾ തുറന്നു. പക്ഷെ എന്തോ തുറക്കാൻ പറ്റാത്തതുപോലെ പിന്നെയും അവൾ കണ്ണുകൾ അടച്ചു. അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം നിറഞ്ഞ ഒരു ഉറക്കമായിരുന്നു. അതിനാൽ തന്നെ അവൾ പിന്നെയും മയങ്ങാനായി തുടങ്ങി. പെട്ടെന്ന് അവൾ എന്തോ ആലോചിച്ചതുപോലെ കണ്ണുകൾ തുറന്നു നോക്കി. ആദ്യം അവളുടെ കണ്ണുകൾ ചെന്ന് നിന്നത് വെളുത്ത ബോഡി വാക്സ് ചെയ്ത ഒരു രോമം പോലും ഇല്ലാത്ത ആ മാറിലായിരുന്നു. ഒപ്പം അവളെ എപ്പോഴും മയക്കുന്ന ഗന്ധവും. എല്ലാം മനസ്സിലായതും വേദ ഞെട്ടി കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് അവൾ കാണുന്നത് തന്നെ തന്നെ നോക്കി വശ്യമായിരിക്കുന്ന ദർശനെ. അവന്റെ നോട്ടവും ആ കണ്ണുകളും അവന്റെ ചുണ്ടുകളും എല്ലാം തന്നെ വേദ നോക്കി കണ്ടു. അവളുടെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു. വേദയുടെ ഉള്ളു പിടിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായി അവളുടെ മുഖത്ത് ചെറുതായ വേർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങി. അവളുടെ പിടച്ചിലും വെപ്രാളവും ഒക്കെ കണ്ട് ദർശ ചിരിയോടെ അവളോടായി, താൻ ഉറങ്ങിപ്പോയി, നമ്മളിപ്പോൾ വീട്ടിലെത്തും, ഒരു 5 മിനിറ്റ് കൂടി ചെന്നിട്ട് ഫ്രഷ് ആകാം. ദർശ പറയുന്നത് കേട്ട് അവൾ ഞെട്ടി കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ശരിയാണ്, മുംബൈയിലേക്കുള്ള ദർശന്റെ വീട്ടിലേക്കുള്ള വഴിയാണത്. ഒപ്പം തന്നെ വീടിന്റെ അടുത്ത് വരെ തങ്ങൾ എത്തി എന്ന് വേദയ്ക്ക് മനസ്സിലായി. അവസാനം അവളുടെ ഓർമ്മയിൽ അവൾ ദർശന്റെ പ്രൈവറ്റ് ജെറ്റിൽ കയറിയത് മാത്രമാണ് ഓർമ്മയുള്ളത്. കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴും ദർശനെ കാണാനും അവനെ നോക്കാനുമുള്ള പ്രയാസത്തിൽ ഇരിക്കുമ്പോഴും തന്റെ കണ്ണുകൾ പോകുന്നത് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നേരം താൻ ഉറങ്ങിപ്പോയോ എന്നുള്ള ആലോചനയിൽ അവൾ ഇരുന്നു. പക്ഷേ അവൾ അപ്പോഴും അറിയുന്ന ദർശന്റെ സാമീപ്യമായിരിക്കണം സുരക്ഷിതമായുള്ള തന്റെ ഉറക്കത്തിന് കാരണമെന്ന് മനസ്സിലായതും അവളുടെ മുഖത്ത് ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വേദയ്ക്ക് ഒരുപാട് ആലോചനകൾക്ക് സമയമുണ്ടായില്ല. അപ്പോഴേക്കും ദർശന്റെ കാറ് ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. വേദ പിടച്ചിലൂടെ ചുറ്റും നോക്കി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കാർ നിർത്തി അവൾ ബംഗ്ലാവിന് മുന്നിലേക്ക് ഇറങ്ങി. വേദയുടെ കണ്ണുകൾ ആ ബംഗ്ലാവിന് ചുറ്റുമായിരുന്നു. താൻ പോയതിനു ശേഷം വന്ന മാറ്റങ്ങൾ എന്താണെന്നായിരുന്നു അവൾ നോക്കിക്കണ്ടത്. ബംഗ്ലാവിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്നാൽ അതത്രയും മനോഹരമായി ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പക്ഷെ അവളുടെ കണ്ണുകൾ പറഞ്ഞത് അവളുടെ ഗാർഡനിലേക്കായിരുന്നു. അവിടെ നിറയെ പൂക്കൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അവളുടെയും ദേവുവിന്റെയും പ്രിയപ്പെട്ട സ്ഥലം ഇപ്പോഴും അത്രയും മനോഹരമായി തന്നെ നിലനിൽപ്പുണ്ട്. ഒരുപക്ഷെ അതിന് കാരണം ദേവു ആയിരിക്കണം. വേദ അങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്നത് കണ്ട് ദർശ പെട്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്നാൽ പോരെ, ഇതൊക്കെ നാളെ കാണാം, എങ്ങനെ? അത്രയും സൗമ്യമായും സ്നേഹത്തോടെയും പറയുന്ന ദർശനെ കണ്ടതും വേദയുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. ദർശ ചിരിയോടെ അകത്തേക്ക് നടന്നു. വേദ ഒരു നിമിഷം ആലോചിച്ചിട്ട് അവനൊപ്പം വന്നു. എന്തുകൊണ്ടെന്നറിയില്ല, വേദയുടെ മനസ്സിൽ വല്ലാത്തൊരു പിടച്ചിലുണ്ടായിരുന്നു. ആദ്യമായി വിവാഹം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ വെപ്രാളവും പിടച്ചിലും എല്ലാം. ദർശം ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. പുറത്തൊന്നും കാണിക്കുന്നില്ല എങ്കിലും സന്തോഷത്തിൽ അവന്റെ മനസ്സും നിറയുന്നുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം നോക്കാതെ മുകളിലേക്ക് കയറി. റൂമിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെല്ലുന്ന നിമിഷങ്ങളെല്ലാം തന്നെ ഇരുവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന പിടച്ചിൽ അവർക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നില്ല. റൂമിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി കുറച്ചു ദൂരം മാത്രം ബാക്കി നിൽക്കെ ദർശന്റെ ഫോൺ പെട്ടെന്ന് അടിച്ചു. അത് കണ്ടതും അവൻ മുഷിച്ചിലോടെ വേദയോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. എന്നിട്ട് അവൻ വേഗം ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി. അവന്റെ പ്രവൃത്തി അവൾക്ക് കുറച്ച് വിഷമമുണ്ടാക്കിയെങ്കിലും അതവന്റെ ജോലിയാണ് എന്ന് മനസ്സിലാക്കിയത് അവൾ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് അവന്റെ റൂമിന്റെ മുന്നിൽ ചെന്ന് നിന്ന് റൂമിലേക്ക് കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നിന്നു. അവൾക്കും അകത്തേക്ക് കയറാൻ കഴിയുന്നില്ലായിരുന്നു. എന്തോ ഒന്ന് പിടിച്ചു നിർത്തിയതുപോലെ. ഒരു നിമിഷം ശ്വാസം വലിച്ചെടുത്തതിന് ശേഷം വേദ റൂമിനുള്ളിലേക്ക് കയറി. റൂം ഒന്ന് നോക്കിയതും അവൾ സ്തംഭിച്ചു പോയി. ആ റൂം മുഴുവൻ വേദയുടെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ ഉള്ള കാഴ്ചകൾ കണ്ടതും കണ്ണുകൾ ഇപ്പോഴും വിശ്വസിക്കാനാകാത്തതുപോലെ. ആ റൂമിൽ ഇപ്പോഴും
അവൾ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങൾ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി. അതിനേക്കാൾ അവളെ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. അതവളുടെ സാരിയായിരുന്നു. വേദ പോകുന്നതിന് മുമ്പ് ഉപയോഗിച്ചതായിരിക്കണം. റെഡിയാക്കി വെച്ച സമയത്ത് അവൾ അതിൽ ഈ സാരി കാണാനില്ലായിരുന്നു. അതൊരുപാട് തിരക്കിയെങ്കിലും അന്നത് കണ്ടു കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ അവൾക്കത് മനസ്സിലാകുന്നുണ്ട്. അത് മാറ്റിവെച്ചത് എന്ന് മാത്രമല്ല, ആ സാരി ഇപ്പോഴും ബെഡിൽ വിരിച്ചിട്ട നിലയിൽ തന്നെയാണ്. ഒരുപക്ഷെ അവൻ അതിലായിരിക്കണം കിടന്നുറങ്ങുന്നത്. ഇതെല്ലാം കണ്ടതും സന്തോഷം കൊണ്ട് വേദയുടെ കണ്ണുകൾ നിറയുകയും മനസ്സ് നിറയുകയായിരുന്നു. ഇപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കുന്നത് ദർശ്. അവൾ ഒരുപാട് ആഗ്രഹിച്ച അവളുടെ കിച്ചുവായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ പ്രണയം നിറഞ്ഞ മനസ്സോടെ പുറത്തേക്കോടി. റൂമിന് പുറത്തിറങ്ങിയ വേദ കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന ദർശിനെയായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഓടിച്ചെന്നു. പുറകിൽ കൂടെ പോയി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈ പുറകിൽ കൂടെ വെച്ച് അവനെ നെഞ്ചിലായി അമർത്തി വെച്ച് അവന്റെ പുറത്തു മുഖം അമർത്തി നിന്നു. ഫോൺ വിളിച്ചു നിന്ന ദർശ് പെട്ടെന്ന് അവളുടെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അതിനേക്കാൾ അവളുടെ പ്രവൃത്തി അവനിൽ വേദനയായിരുന്നു നിറച്ചത്, സന്തോഷമായിരുന്നു നിറച്ചത്. ദർശന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ കണ്ണുനീർ അവളുടെ കൈകളിലേക്ക് വീണു. അവന്റെ ഉള്ളിലെ വേദന അവളുടെ കയ്യിൽ വീണ കണ്ണുനീരിന്റെ ചൂടിലുണ്ടായിരുന്നു. അത്രത്തോളം അവന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് എന്ന് ആ കണ്ണുനീരിന്റെ ചൂടിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. വേദ ഒന്നും അനങ്ങിയില്ല. അവനെ ഒന്നുകൂടെ മുറുകെ പിടിച്ചതല്ലാതെ. ദർശൻ മിണ്ടിയില്ല. കാരണം അവനും അറിയുന്നുണ്ടായിരുന്നു തന്റെ ഷർട്ടിലെ നനവും. വേദയുടെ കണ്ണുകൾ, അവളുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീര് അവന്റെ പുറം നനയ്ക്കുന്നത്. അപ്പൊ തുടരുന്നു. അപ്പൊ നാളെ കാണാം കേട്ടോ. ഞാൻ ഇന്നലെ ഓൾറെഡി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വോയിസ് കാണും. അല്ലെങ്കിൽ പട്ടിയുടെ സൗണ്ട്, കോഴിയുടെ സൗണ്ട്, കുഞ്ഞിൻ്റെ അല. അപ്പൊ നമുക്കത് കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആക്ച്വലി ഇന്നലെ അപ്ലോഡ് ചെയ്യാതിരുന്നേ. പിന്നെ ഇന്ന് ഞാനൊരു സിനിമ കണ്ടു, ഗാർഗി, നമ്മുടെ സായി പല്ലവിയുടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ലിറ്ററലി ഞാനിരുന്ന് കരയായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. കാണാത്തവര് മസ്റ്റ് വാച്ചാണ്. എനിക്കത് എങ്ങനെ നിങ്ങളോട് ആ സിനിമയുടെ അടുത്ത് പറയണം എന്നറിയില്ല. അത് കണ്ടിരിക്കണം. ഓരോ മനുഷ്യരും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഐ ഫെൽറ്റ്, എന്താ പറയാ, ഒരമ്മമാരത് ഇപ്പൊ പഴയ പോലെ ചിന്തിക്കുന്ന രീതിയല്ല എൻ്റെ മാറി. ഒരമ്മ എന്ന രീതിയിലോട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ആ മൂവി കുറച്ചുകൂടെ കണക്റ്റായി. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. പിന്നെ നമ്മുടെ കഥകളെ പറ്റിയുള്ള അഭിപ്രായം പറയണം. പിന്നെ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും. നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പിന്നെയും ഒരു സന്തോഷം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റും പിന്നെ ഒരു സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ആൻഡ് ഹാപ്പി. നിങ്ങൾ സുഖമായിട്ടിരിക്കട്ടെ. നിങ്ങളെയൊക്കെ കമൻറ്റുകളും ഒക്കെ എപ്പോഴും എൻ്റെ മനസ്സിലാണ്. ആൻഡ് ഐ ആം ഫീലിംഗ് സോ ഹാപ്പി. പരിചയമില്ല, നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ എനിക്ക് സുഖമാണോ, കുഞ്ഞിന് സുഖമാണോ, സാരമില്ല എന്നൊക്കെ പറയുന്ന കുറേ കമൻറ്റുകളും, പിന്നെ ഒരു നിമിഷമാണെങ്കിലും എനിക്ക് വേണ്ടി കമൻ്റ് ഇടാൻ നിൽക്കുന്ന നിങ്ങളെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.